ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ബാലൂസ് വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പൂനെയിൽ ബോസരി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പുറത്താണ് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMC യൂണിറ്റാണ്. നമ്മൾ ഈ വണ്ടികളുടെ പാർട്സിൻ്റെ ഡൈ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോയിട്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും അടിയിൽ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം ഇന്ന് ഞങ്ങൾ എങ്ങടാ മാത്യു പോകാൻ ഉദ്ദേശിക്കുന്നത്? ലോണാവാലയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഷോപ്പിംഗ് കൂടെ നോക്കുന്നുണ്ടല്ലേ? ഡിമാർട്ടിൽ കയറി നോക്കാം. ഓക്കെ. അപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വിശാൽ അളിയൻ്റെ കസിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആൾ ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ തന്നെ പറയും ആൾ എന്ത് ജോബാണ് ചെയ്യുന്നത്, ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആളെ പരിചയപ്പെടുത്തുകയും ചെയ്യാം നമുക്ക്. ഹായ്, ഞാൻ ടിജോ മാത്യു. ഞാനിവിടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഓരോ വണ്ടീൻ്റെ പാർട്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഡൈസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് എൻ്റെത്. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു സപ്ലയറാണിത്. അവർ ഇതിൻ്റെ ഡൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മെഷീനിങ് വർക്ക് ചെയ്തു തരുന്നവരാണ്. ഇത് എന്ത് ഇൻഡസ്ട്രിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാറിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്ന ഡൈ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇതിപ്പോൾ ഒരു വണ്ടിയുടെ സൺറൂഫിൻ്റെ ഒരു ഡൈ ആണത്. ഡൈ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ പ്രസ് ചെയ്യുന്ന ഇതിൻ്റെ ഡൈ ആണ്. ഇത് മേൽഭാഗവും ഇതതിൻ്റെ അടിഭാഗമാണ്. കണ്ടോ, ഈ വലിയ ഡൈയിലാണ് ഈ മെഷീൻസിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഫുള്ള് ഇതേപോലത്തെ സാധനങ്ങളാണ്. ഇതാണ് ഈ സാധനം ചെയ്യുന്ന മെഷീൻ. ഇതാ ഈ സാധനത്തിൽ നിന്നാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് എന്നാ മെഷീനാ അളിയാത്? ഇത് അല്ല, ഈ മെഷീൻ കട്ട് ചെയ്യുന്ന മെഷീൻ്റെ പ്രോസസ്സിൻ്റെ പേര് ഗ്രൈൻഡർ. ഇതിപ്പോൾ ഇത് അതിനകത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ആവില്ല. ഇതുണ്ട്, ഇങ്ങനെ ഈ ആ ഒരു നൈഫ് വെച്ചിട്ടാണ് അതിനകത്ത് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്, ആ ഡൈ വെച്ചിട്ട്. ഇത് കുറച്ചുകൂടെ വലിയ സാധനമാണ്. അതിനും വലുത് അതിൻ്റെ മേളിൽ. ആ സൈസ് അനുസരിച്ച് ഇത് നമ്മുടെ കാറിൻ്റെ സൺറൂഫിൻ്റെ ബീഡിങ് ചെയ്യുന്ന കണ്ടോ, ആ ഷേപ്പ് കണ്ടോ, ആ ബീഡിങ്ങിൻ്റെ ഷേപ്പാണ്. ഇതിങ്ങനെ രണ്ട് മേളും താഴെയും പ്രസ് ചെയ്തിട്ടാണ് അത് ചെയ്യണേ. ഇല്ല തെർമോക്കോളിൻ്റെ ആദ്യം ഇതിൻ്റെ മോഡൽ ഉണ്ടാക്കും. എന്നിട്ട് അത് തെർമോക്കോളിൽ മണ്ണുകൊണ്ട് സാൻഡ് കൊണ്ട് മൂടിയിട്ട്, ക്ലേ പോലെ മൂടിയിട്ട് അത് തെർമോക്കോൾ കത്തിച്ച് കളയും. അപ്പോൾ അതിൽ ഇതിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു തുളയുണ്ടാവും. അതിലേക്ക് ഇരുമ്പ് ഒഴിക്കുമായിരിക്കും. അപ്പോൾ ആ ഷേപ്പ് വരും. അതാണ് പിന്നെ എന്നിട്ട് മണ്ണ് പൊട്ടിച്ച് കളയും. അപ്പോൾ ആ ഷേപ്പിൽ കിട്ടും, ആ ബ്ലോക്ക് കിട്ടും. ആ ബ്ലോക്കിൻ്റെ മേലെ മെഷീൻ ചെയ്യും. ഇതുപോലെ ബ്ലോക്ക് ഇവിടെയല്ല ചെയ്യുന്നത്. അത് ഇരുമ്പുരുക്കി ഒഴിക്കുക ചെയ്യുന്നത്. അത് അതേപോലെ നാട്ടിൽ മറ്റേ നമ്മുടെ ഈ കിണ്ടിയൊക്കെ ഉണ്ടാക്കൂലേ, അത് തന്നെ. അതേ സാർ, കിണ്ടിയൊക്കെ വാർത്തുണ്ടാക്കും. അപ്പോൾ ഇതാണ് ഗൈസ്, ഇത് CNC മെഷീനിങ് ആണ്. CNC കട്ട് ചെയ്തിട്ടാണ് ഇത് റെഡിയാക്കണത്. ഈ കട്ടിംഗ് ആണ്
ഇവിടെ ചെയ്യണേ. ഗൈസ്, അപ്പോൾ ഇപ്പം ഈ ഒരു പ്രോസസ്സിന് മാത്രം 3 ഇതേപോലത്തെ ഇത് വേണം. ഇത് മേൽഭാഗമല്ലേ, ഇത് അപ്പർ, ഇത് ഇതിൻ്റെ ബോട്ടം. അപ്പോൾ അതേതാ ഇതിൻ്റെ 2ൻ്റെ സ്റ്റാൻഡാണിത്. ഇത് 2ഉം കൂടെ, ഈ 3ഉം കൂടെയും ഏകദേശം ഒരു 3 ടണ്ണി മേളിൽ വെയിറ്റ് വരും ഈ ഒരു പ്രോസസ്സിന് മാത്രം. ഇതിപ്പോൾ സൺറൂഫിൻ്റെ ഒരു ബീഡിങ്ങിനുള്ള സാധനം മാത്രം കേട്ടോ. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇതേമാതിരി ഒരു വണ്ടി ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ സാധനം വേണമെന്ന് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് കണ്ടോ നിങ്ങൾ, ഇരുമ്പ് കട്ട ബ്ലോക്ക്. ഈ ബ്ലോക്കിനെ ഇനി ഈ മെഷീനിലേക്ക് കൊണ്ടുവരും. കണ്ടോ, ആ ഇരുമ്പ് ബ്ലോക്കിനത് ഇവരൊരു ഡൈ ആക്കിയേക്കുവാ. എന്തിൻ്റെ ഡൈ ആണെന്നുള്ളത്, എന്തിൻ്റെ ഡൈ അത് ഈ മെഷീൻ ഉപയോഗിച്ചാണ് വെച്ചിട്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ നൈഫ്. അത് ഈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ ഈ മെഷീൻസ് കംപ്ലീറ്റ് ഏതാണ്ട് ഒരു 10 കോടി രൂപ വില വരുന്ന മെഷീനാണ് ഇതെല്ലാം കൂടെ ഒരു 10 കോടി രൂപയുടെ മെഷീൻസ് മാത്രമുണ്ട് ഇവിടെ, മെഷീൻസ് മാത്രം. ഈ ഫാക്ടറിയുടെ ഓണറാണ് ഇവിടെ നിൽക്കുന്നത്, മാധവ്ജിയാണ്. അപ്പോൾ ആള് ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. മാധവ്ജി, मशीन है, इसका जो मेड इन ताइवान, इसका साइज़ है 1300 बाय 650 ट्रैवल. और ये टोटल 3D 2D टोटल मशीन है, सेम UMC मशीन है. ये इसका 1600 बाय 800 ट्रैवल. और वो ये मेड इन वेक्टर बोल के ताइवान में की है, वो पिनाकल में है सर. इसका ट्रैवल है 2 मीटर बाई 1 मीटर. और इसका हाइट 850 है. और वो है ना 4 मीटर का मशीन है. इसका लेफ्ट को 4 मीटर, वाई को 2.5 मीटर्स और थर्ड को 1.1 मीटर्स. और ये मेक इन ताइवान है, इसका जो है IVA कंपनी. बाकी सब टू मिल सकता है. പുള്ളി പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെഷീൻ്റെ സ്പെസിഫിക്കേഷൻ, ഹൈറ്റ്, ഓരോ മെഷീനും അതിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇത് ഏറ്റവും ചെറുതെന്ന് തോന്നുന്നു, അതിനും വലുത്, അതിനും വലുത്, അതിന് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈ ഇരിക്കുന്ന സ്റ്റാൻഡ് കണ്ടോ, ഈ ഇരിക്കുന്ന സ്റ്റാൻഡിൻ്റെ വർക്ക് വരും നടത്താവുന്ന മെഷീൻ ഇവിടെ ഉണ്ട്. കപ്പാസിറ്റിയാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. കണ്ടോ, അവിടെ അരുൺ ചേട്ടൻ നിൽക്കുമ്പോൾ എന്തോരം ചെറുതായിട്ടാണ് നിൽക്കണം. കണ്ടോ, അത് 4 മീറ്റർ വരെ പൊക്കമുള്ള ജോബ് വർക്ക് ഇവിടെ ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട്. അത്രയും വലിയ വർക്ക് ചെയ്യാവുന്ന മെഷീൻസ് ഉണ്ട് ഇവിടെ. ഗൈസ്, ഇത് കൂളൻ്റാണ്. നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ മെറ്റൽ ഹീറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള കൂളൻ്റാണ് ഇപ്പോൾ ഒഴിച്ചേക്കുന്നത്. നമ്മുടെ ആ നോസിലേക്ക് കൂടെയും വരും ട്രിപ്പ്. നമ്മൾ ഈ മറ്റേ ഡ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അതേ ഒരു സെറ്റപ്പ്. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൺറൂഫിൻ്റെ ബീഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡൈസ് വേണ്ടത്. ഈ ഡൈസിന് മാത്രം ഏകദേശം ഒരു 35-40 ലക്ഷം രൂപയുടെ മുടക്ക് വരും. ഇത് നേരെ കമ്പനിയിലേക്ക് എത്തുമ്പോൾ ഒരു 40 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊരു സൺറൂഫിൻ്റെ ഒരു ബീഡിങ് മാത്രമാണ്, അതിൻ്റെ ഡൈക്ക് മാത്രം ഒരു 40 ലക്ഷം രൂപയുടെ മുടക്ക് വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന എൻ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ. അതാണ് ഇപ്പോൾ ഈ ഡൈയും കൊണ്ട് ഉണ്ടാക്കി വരുന്ന പ്രൊഡക്റ്റ്. വണ്ടിയിലേക്ക് എന്താണോ യൂസ് ചെയ്യുന്നത് അത് ഞാനിപ്പോൾ ഒരു ഫോട്ടോ പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഈ തൊട്ടടുത്താണ് ടാറ്റ, JLR, ബജാജ്, മഹേന്ദ്ര എല്ലാവരുടെയും മാനുഫാക്ചറിങ് യൂണിറ്റ്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ അസംബ്ലിങ് യൂണിറ്റ് ഇവിടെ എല്ലാവരും അടുത്താണ്. നമ്മൾ പോണ വഴിക്ക് ഫാക്ടറി കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കാണിച്ചു തരാം. ഉള്ളിലൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഉള്ളിൽ കയറാൻ സമ്മതിക്കില്ല. വണ്ടിയുടെ ഈ ലൈറ്റിംഗ് സെക്ഷൻ വരുന്നില്ലേ, ഓട്ടോമൊബൈൽ ലൈറ്റിംഗ്, ലുമാക്സിൻ്റെ കമ്പനിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലുമാക്സ് കമ്പനി കേട്ടോ, ഉണ്ട്. ലുമാക്സ് മെറ്റാലിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓട്ടോ ടെക്നോളജീസ്, ലുമാക്സ്. ഇവിടെ നിന്നാണ് നമ്മുടെ ലൈറ്റിങ്സ് എല്ലാം വരുന്നത് അല്ലേ? വണ്ടീൻ്റെ ആംബുലൻസിൻ്റെ വില നമുക്ക് ലുമാക്സ്
ഇതാണ് ആ ലൈറ്റിങ്സ് കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കി വരുന്ന ഫാക്ടറി. പൂനെയിലാണേ ഫ്രണ്ട്സ്. അപ്പോൾ ഈ പൂനെയിൽ ഇപ്പോൾ ഈ കണ്ട ഐസ്ക്രീമാണ്, ക്വാളിറ്റി ഐസ്ക്രീം, ക്വാളിറ്റി വാൾസ്, ക്വാളിറ്റി വാൾസിൻ്റെ ഐസ്ക്രീം ഫാക്ടറി ആട്ടോ അത്. ഐസ്ക്രീം ഫാക്ടറി, ക്വാളിറ്റി വാൾസിൻ്റെ ഐസ്ക്രീം ഫാക്ടറി. ഫ്രണ്ട്സ്, അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നമ്മുടെ റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വിഷ്വൽസ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളിവിടെ കാണുന്നതാണ് ടാറ്റയുടെ ഇൻഡസ്ട്രി. ഇത് ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് വണ്ടിയുടെ ടെസ്റ്റിംഗ് റാമ്പാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ എനിക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വിസിബിലിറ്റി ഇത്തിരി കുറവാണ്. അപ്പോൾ അത് ആ കണ്ടതാണ് വണ്ടിയുടെ ടെസ്റ്റിംഗ് റാമ്പ്. അവിടെ ഹൈറ്റും അതിൻ്റെ ആ ഒരു ആർട്ടിക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റാമ്പ് ഫാക്ടറിക്കകത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ വണ്ടി അവർ ഓടിച്ച് ടെസ്റ്റ് ചെയ്യും ഓരോ ടെറൈൻസിൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ JLRൻ്റെ ഇത് കാണാം, ഫാക്ടറി കാണാം. ഈ സൈഡിൽ വരൂ ഇപ്പോൾ കേട്ടോ. ഇതാ JLRൻ്റെ ഫാക്ടറിയാണിത്. അസംബ്ലിംഗ് ആണ്. പുറത്തുനിന്നാണ് വരുന്നതെല്ലാം ഇവിടെ വന്നിട്ട് അസംബിൾ ചെയ്യും. JLRൻ്റെ എൻട്രൻസ്, പൂനെ ഓപ്പറേഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് പൂനെയിലെ കാഴ്ചകൾ. അപ്പോൾ ഇനി നമ്മൾ ഷോപ്പിങ്ങിൽ പോവും. ഇപ്പോൾ നമ്മൾ വിശാലലിൻ്റെ അളിയൻ്റെ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ വണ്ടി അവിടെ ഇട്ടേക്കുവാണ്. ഇനി നമ്മൾ തിരിച്ചു പോയി നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങടെ ലോണാവാല അല്ലേ മാത്യു? ലോണാവാല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലോണാവാലയ്ക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ പെപ്പേ ദ വാൻ മിലൻ ബ്രോനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആള് ഇതേ റൂട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ആള് ഒരിടത്ത് നിൽക്കുവാണ് നമ്മളെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, ഇത് ആരാ കിടക്കണേന്ന് നോക്കി, പെപ്പേ ദ വാൻ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുറകിൽ ആരാ നിൽക്കണേന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ മിലൻ ബ്രോയാണ്. അതെ, എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. നമ്മുടെ മിലൻ ബ്രോയാണ്. മിലൻ ബ്രോ ഇപ്പോൾ പൂനെ സിറ്റിയിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ളൊരു സിറ്റി തന്നെയല്ലേ, ആകാശവാണി ഹാപ്സാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ആളെ ഞാനിങ്ങനെ ഫോണിൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വാടാളി അവിടെ ഞാൻ ഇവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞ ആൾ. അങ്ങനെ നേരെ ഞങ്ങൾ വന്ന് മീറ്റ് ചെയ്തു. ഇനി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, അത് കഴിക്കും. പിന്നെ വേറെന്താ, ഹാപ്പി. അപ്പോൾ നമുക്ക് വഴിയിൽ കാണാം ബാക്കി കാര്യങ്ങൾ. ആളുടെ വാനൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ദേ നമ്മുടെ പെപ്പേ ദ വാൻ്റെ വാൻ കണ്ടോ, മോട്ടോർ ഹോം. എന്നാ പെടയാന്ന് നോക്കിയേ കളേഴ്സൊക്കെ. ഇത് നിങ്ങൾ കാണുന്ന പലർക്കും വണ്ടി നല്ല പരിചയം ഉണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു റിവ്യൂ. ഇവിടുത്തെ ഡോറ് ക്ലോസ് ആണ്. അപ്പോൾ ആളിതാ കിടന്നുറങ്ങുന്നത് ഇതിനകത്ത് കിടന്നുറങ്ങാം. മേളിൽ ടെൻ്റ് ഉണ്ട്. ഇതിങ്ങനെ സ്ലൈഡിങ്, നമ്മുടെ അതേ സെറ്റപ്പ്, നമ്മുടെ സെറ്റപ്പിൻ്റെ ചെറിയ സാമ്യമുണ്ട്. ഇതേമാതിരി തന്നെ നമ്മുടെ പോലെ തന്നെ സൈഡിലേക്ക് വരും. സൈഡിൽ വന്ന് പ്ലാറ്റ്ഫോം അടിക്കും. ഡിക്കാത്തലോൻ്റെ ടെൻ്റ് അല്ലേ ബ്രോ? ഡിക്കാത്തലോൻ്റെ ടെൻ്റ്. പിന്നെ കറണ്ടിനുള്ള ചെറിയ സെറ്റപ്പുകളുണ്ട്. ഇത് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എന്നാ സെറ്റപ്പാണെന്നറിയോ, ഭയങ്കര ആംബിയൻസ് അതിനകത്ത് ഇരിക്കുമ്പോൾ. കാരണം ഈ കർട്ടനും പരിപാടിയൊക്കെ എന്താ സെറ്റപ്പ് എന്നറിയോ, വീട്ടിലിരിക്കുന്ന അതേ ഫീല്. ഫാന്, മിററ്, ഇതാണ്ട്
നമ്മുടെ ഇത് നമ്മൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. നമ്മൾ ചൂണ്ട വാങ്ങിച്ചില്ല. നമുക്ക് ചൂണ്ട വാങ്ങിക്കാം. അടിപൊളി വൻ ആംബിയൻസ് ആണ് അതിനകത്ത്. സൂപ്പർ. ആളിപ്പോൾ ഒറ്റയ്ക്ക് ആയത് കാരണം ഇവിടെയാണ് കിടക്കുന്ന ആള്. പിന്നെ ബാക്കിൽ എന്താ സെറ്റപ്പ് എന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, മിലൻ ബ്രോയുടെ പെങ്ങളുടെ പരിപാടിയാണ്. നിങ്ങൾ ഇത് ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിൻ്റെ കാരിയറിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ വാട്ടറിൻ്റെ സെറ്റപ്പ്. ഇത് വാട്ടറിൻ്റെ സെറ്റപ്പ് എനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ പൈപ്പുകളുണ്ട്. ഇവിടെ നിറയ്ക്കുന്ന മനസ്സിലായി. അപ്പുറത്താണ് നിറയ്ക്കണേ. ഇവിടെ പുറത്തേക്കുള്ളൊരു ടാപ്പാണ്. നിറയ്ക്കുന്നത് ഇതിൽ കൂടെ ആയിരിക്കും. ഇതിൽ കൂടെ നിറയ്ക്കും. അടിപൊളി സെറ്റപ്പ്. മിലൻ പെപ്പേ ദ വാൻ ലൈഫ് ഇട്ടാ. മിലൻ ബ്രോ, ഞങ്ങളുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? വാലുവിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. കണ്ടതിൽ ഒരുപാട് സന്തോഷം. അത്രേ ഉള്ളൂ അല്ലേ. യാത്രയിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഒരുപാട് പേരെ മീറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. എല്ലാവരും കാണാൻ സാധിച്ചു. പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ഇതൊക്കെ സത്യമായ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും കിട്ടാത്തൊരു സൗഭാഗ്യങ്ങൾ ഇതൊക്കെ. ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്കിനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. യൂട്യൂബ് വ്ളോഗിങ് കരിയറും മാത്രമല്ല, അതും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, യാത്ര ചെയ്യുക, സന്തോഷിക്കുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് പുതിയ ബിസിനസ് ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യാത്രയുടെ മെയിനായിട്ടുള്ളൊരു അജണ്ടയും ഒരു കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ. അത്രയേ ഉള്ളൂ പറയാൻ. വല്ലാട്ടൊന്നും ഇല്ല. ഇവിടെ മിലൻ ബ്രോയുടെ ഒരു സുഹൃത്തുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തു ബ്രോ. സിജിൻ. പറഞ്ഞോ സ്ഥലം? സിജിൻ പത്തനംതിട്ട എന്നാണ്. എന്നോട് സ്കൂളിൽ വർക്ക് ചെയ്യാൻ. അപ്പൊ ആളെ എങ്ങനെയാ മീറ്റ് ചെയ്തേ? യൂട്യൂബ് സബ്സ്ക്രൈബറാണ്. മിലൻ ബ്രോയുടെ സബ്സ്ക്രൈബറാണ്. ഓക്കെ. ഇപ്പൊ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ. സുഹൃത്തുക്കളെന്ന് പറയുന്നത്. അതെ തീർച്ചയായിട്ടും സുഹൃത്തുക്കളാണ്. ഇതെല്ലാം സുഹൃത്തുക്കളാണ്. ഇതുകൊണ്ട് യൂട്യൂബ് കൊണ്ട് കിട്ടുന്ന ഒരു ഗുണമാണിത്. കുറേ ഒരു ഫാമിലീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് മിലൻ ബ്രോനെ മീറ്റ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ മിലൻ ബ്രോ അവിടെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ ബ്രോ ഞങ്ങൾ പോയിട്ട് നമുക്ക് നാളെ പറ്റുമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വഴിയിൽ വെച്ച് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ കച്താബേലി ആയി. കച്താബേലി और 2 भी बना, 4 आदमी है. ഗൈസ്, കച്താബേലി ട്ടാ, കച്താബേലി. नाम क्या है? पृथ्वी. कच्ची दावेली है, ये बर्गर है, ये बटाटे का भाजी रहता है इसके अंदर. അതങ്ങനെ ഇങ്ങനെ ബണ്ണ് കഴിക്കണ. ആ പറയ്, എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പർ. നല്ല സോസൊക്കെ വെച്ചാൽ സോസൊന്നല്ലല്ലോ ഇത്, പൊട്ടറ്റോ. പക്ഷേ ലൈറ്റ് ആയിട്ടൊരു സോസിന് ടേസ്റ്റ് ഉണ്ടാവും. കടലൊക്കെ ഉണ്ട് അതിനകത്ത്. കടല കപ്പലിൻ്റെ, നമ്മളാണ് കപ്പലില്ലേ. എന്നാ ടേസ്റ്റ് എന്നാ പറയ്. അതിനൊക്കെ ആ പച്ചപ്പുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ഡിഷ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇനി നേരെ ലോണാവാലയ്ക്ക് പോകാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേ കയറുകയാണ്. എക്സ്പ്രസ് ഹൈവേയുടെ കയറുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ വടാപ്പാവും
ഇപ്പം നമ്മൾ കഴിച്ചേ കശുതാബേലി കഴിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു അവൾ പൂനെയിലാണ് പഠിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു അത് എന്തായാലും കഴിച്ചു നോക്കണമെന്ന്. അപ്പോൾ അത് കഴിച്ചു, അടിപൊളിയാണ്. ഞങ്ങൾ 4 പേരും കഴിച്ചു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ബാക്കിൽ കാണുന്ന എന്താ നമ്മൾ കഴിക്കാൻ പോണേ, പാനിപ്പൂരി വേൽപൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കുകയാണ്. ഇവിടെ സൺസെറ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ കാണാം. സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് കഴിക്കട്ടെ, കാണാം കാഴ്ചകൾ. പാനിപ്പൂരി പിന്നെ ഇങ്ങനെ മറ്റേ കഴിക്കേണ്ട സാധനമായിരുന്നു ഏത്? റഗടാപ്പൂരി പാനിപ്പൂരി മസാലപ്പൂരി. एक रगड़ा पूरी, एक पानी पूरी, एक मसाला पूरी। बोलता है ये पानी पूरी हिंदी में आप बोलो। हाँ ये क्या डाल रहा है भैया? भैया मीठी चटनी हाँ ठीक है। अपना इमली का, हाँ इमली का चटनी। इमली का चटनी। और ये वाला और इसको रगड़ा बोलते हैं। रगड़ा, हाँ ठीक है। रगड़ा। इसको तिक्का पानी, टिक्का पानी, ये तिक्का पानी। हाँ ठीक है। ये तीनों मिला के ये पानी पूरी हो गई। ये सूखी मसाला पूरी। सुखी मसाला पूरी। हाँ चम्मच दो। ഇത് മസാല പൂരി. ആ ആ വരിക. ये अपना रगड़ा पूरी। क्या है आपका नाम, क्या है? मेरा नाम मुकेश ये यही है गाँव? मुकेश कुमार। यही है गाँव? नहीं, राजस्थान। രാജസ്ഥാൻ. ആ പറഞ്ഞോ. ടേസ്റ്റ് വ്യത്യാസമാണ്. ഇന്നലെ കഴിച്ചതിനേക്കാളും ഇത് ടേസ്റ്റ് വ്യത്യാസമാണ്. ഇന്നലെ കഴിച്ചാണോ ഇന്ന് കഴിച്ചാണോ നല്ലത്? അതും ഓരോ ടേസ്റ്റാണ്. രണ്ട് ടേസ്റ്റ്, രണ്ടും നല്ലത് തന്നെയാണ്. ഒരിടത്ത് കഴിച്ചേക്ക്. ഇതെങ്ങനെയുണ്ടാ? ഇന്നലെ കഴിച്ച വേറെ ടേസ്റ്റ്, ഇന്ന് വേറെ ടേസ്റ്റ്, രണ്ടും നല്ലതാണ്. अपना 60 आणि 90 150 सर इसको बेल बोलते हैं। बेल? हाँ बेल पूरी। इसको बेल बोलते हैं, बेल पूरी। और ഗൈസ് ഇപ്പം നമുക്ക് ചായ കുടിക്കാൻ വന്നേ കേട്ടോ. ഇഞ്ചി പിന്നെ വേറെ എന്തൊക്കെയോ ചതച്ച് ചേർത്ത ചായയാണ്. ഇത് ഇഞ്ചിയൊക്കെ ചതച്ച് സെറ്റപ്പാക്കി ഇങ്ങനെ ഇതിനകത്ത് നിന്നാണ് വരുന്നത്. ചായ, അടിപൊളി ചായ. കുടിച്ചേ. ഇഞ്ചിയുടെ ഫ്ലേവർ ഏറ്റവും ഉപയോഗിക്കുന്നത്. ആണോ? സൂപ്പറല്ലേ? ഞാൻ ഒന്ന് കുടിച്ചോട്ടെ. സൂപ്പർ ഇഞ്ചി ചായ. ക്വാണ്ടിറ്റി വളരെ കുറവാണ്, പക്ഷേ ഇത് നല്ല ഹെവി സാധനമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ചായ ഒക്കെ കുടിച്ച് നമ്മളിത് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി. ഇത് എക്സ്പ്രസ് ഹൈവേ ആണ്. ഇതാ നമുക്ക് പോകേണ്ട റൂട്ട് കണ്ടോ, മുംബൈ പനവേൽ ലോണാവാല. നമുക്ക് ലോണാവാലയ്ക്ക് 40 കിലോമീറ്ററാണ് ഇനിയുള്ളത്. ഇത് എക്സ്പ്രസ് ഹൈവേ ആണ്, വേഗം എത്തുമായിരിക്കും. അപ്പം നമുക്കിനി ഇന്ന് ഞങ്ങൾ ഹോൾട്ട് ലോണാവാലയിലാണ്. ലോണാവാലയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഇതേമാതിരി പെട്രോൾ പമ്പ് എവിടെയെങ്കിലും നോക്കണം. എന്നിട്ട് നാളെ അവിടെ ഒരു ട്രക്കിംഗ് ഒക്കെ പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. നമ്മളിപ്പോൾ ലോണാവാലയിലാണ് നിൽക്കുന്നത്. ലോണാവാലയ്ക്ക് ഇനി ഒരു 2 കിലോമീറ്റർ. ലോണാവാല തന്നെയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു നല്ല സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ടെൻ്റൊക്കെ വിരിച്ച് നമുക്ക് ഫുഡ് അടിക്കാനുള്ള സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരു 7 മണിയായി നമ്മൾ രാത്രി.
അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഓടിക്കില്ല, എവിടെയെങ്കിലും ടെൻ്റ് അടിക്കും. അപ്പോൾ ബാക്കി നമ്മൾ ടെൻ്റ് അടിക്കുന്ന വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ നമ്മുടെ ലൊക്കേഷനിൽ എത്തി. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണാവാലയിലെ വിസാപൂർ കില്ലയിലാണ്. ഇതൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. നാളെ നമ്മൾ ട്രക്കിംഗ് ചെയ്യാനുള്ള ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ പയ്യെ സൈഡാക്കി ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുക, ഉറങ്ങുക. ഞാനിപ്പോൾ എഡിറ്റിങ്ങും പരിപാടികളുമാണ്. അപ്പോൾ ഇവർ ബാക്കി 3 പേരും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുക. ഇതാ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എന്നാ മാറ്റി ഒന്നും ഉണ്ടാക്കണേ അളിയ? ഇന്ന് ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ്. കഞ്ഞി, ചമ്മന്തിപ്പൊടി, അച്ചാറ്. കഞ്ഞി, ചമ്മന്തിപ്പൊടി, അച്ചാറ്, പിന്നെ എന്നാ ക്യാരറ്റ് തോരനും. ഇപ്പോൾ നമ്മളിത് ചോറ് ഇവിടെ റെഡി ആവുന്നുണ്ട് കുക്കറിൽ. അളിയനെ ഇവിടെ സവാള വെച്ച് അരിയണു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണു. ഇവിടെ മാത്യു ഇതാ ക്യാരറ്റ് അരിയണു. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ ട്രക്കിംഗ് കാണിക്കാം അല്ലേ? ട്രക്കിംഗ് ആണ്. നാളെ വേറെ നമ്മൾ ഇവിടുന്ന് എങ്ങടാ ഇനി പോകുന്നേ മാത്യു? അപ്പോൾ ഞങ്ങൾ ഇവിടെ നാളെ സ്പെൻഡ് ചെയ്തിട്ട് നാളെ ഇവിടുന്ന് ബോംബെക്ക് തിരിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇത്രയൊക്കെ ഉള്ളൂ. നാളെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. അരിഞ്ഞേട്ടൻ അങ്ങനെ അതാ ചോറൊക്കെ വിളമ്പാണ്. അടിപൊളി കുത്തരിച്ചോറ്, ക്യാരറ്റ് മെഴുക്കുരട്ടി അതുകൊണ്ട് അടിപൊളിയല്ലേ? ക്യാരറ്റ് മെഴുക്കുരട്ടി, പിന്നെ അച്ചാറുണ്ട്. ഒന്നും എടുക്കുന്നില്ല, ഇന്ന് എടുക്കണല്ലേ? അച്ചാർ എടുക്കണല്ല. അച്ചാറ് തരൂലെന്നാ പറയണേ. എന്ത് ചെയ്യും? ഇതാ ടെൻറ്റ് ഞങ്ങൾ നിവർത്തിയുണ്ട്. ഇതാണ് ടെൻറ്റിൻ്റെ സീൻ. ടെൻറ്റിൻ്റെ എൻട്രൻസ് കാണിക്കാം. സൈഡിലൂടെ പതിയെ നടന്നു. ചോറ് നോക്കിയേ താഴെ. ടെൻറ്റിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. ഈ സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ കയറുക, നേരെ ടെൻറ്റ്.